ഹായ് ഹലോ. നമ്മളിന്ന് നമ്മുടെ PYQ സീരീസിലെ 6th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ് 031/2023. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ 51 മുതൽ 70 വരെ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമ്മൾ PYQ സീരീസിൽ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 6ാമത്തെ PYQ സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ ആഴ്ചയിൽ 5 വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡിഗ്രി ലെവലും അതുപോലെ 10th ലെവലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. 2026 എക്സാം നമുക്ക് മാക്സിമം ക്രാക്ക് ചെയ്യണം, അതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, റൈറ്റ് ദ നെക്സ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. റൈറ്റ് ദ നെക്സ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സമാന്തര ശ്രേണിയുടെ അടുത്ത പദം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സമാന്തര ശ്രേണിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കൂടിക്കൂടിയാണ് പോകുന്നത്. ടേംസ് കൂടിക്കൂടിയായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് സീരീസ് അല്ല ഇത്, അല്ലേ? √2, √8, √18, √32 അങ്ങനെയാണ് നടക്കുന്നത്. അതിൽ നമ്മൾ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം? 5ാമത്തെ 5th ടേമാണ് കണ്ടുപിടിക്കാനുള്ളത്, ഇല്ലേ? അപ്പോൾ ഓരോ ടേമും കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ഒരു APയുടെ ഒരു സമാന്തര ശ്രേണിയുടെ ഓരോ ടേം nth ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. ഇക്വേഷൻ എന്തായിരുന്നു? nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കറിയാം. അതിന് എന്തൊക്കെ വേണം? നമുക്ക് എഫും ഡിയും വേണം. എഫ് അറിയാം, ഫസ്റ്റ് ടേം അറിയാം, എന്താണ്? √2. കോമൺ ഡിഫറൻസ് നമുക്ക് അറിയത്തില്ല. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ പോലെ. സെക്കൻഡ് ടേം എത്രയാണ്? √8 മൈനസ് ഫസ്റ്റ് ടേം √2 ആണ് കുറയ്ക്കാം. അപ്പോൾ നമുക്കറിയാം √8നെയും √2നെയും മൈനസ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഈ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ചെറുതാക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? √8നെ നോക്ക് 4 × 2 എന്ന് എഴുതിക്കൂടെ? √8 എന്ന് പറഞ്ഞാൽ 4 × 2 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 4 × 2 അല്ലേ? അതെഴുതി മൈനസ് √2 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി റൂട്ട് എന്ത് ചെയ്യുക? ആദ്യത്തേതിൽ റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താവുന്നു? √4 × √2 എന്ന് വരും. √4 × √2 മൈനസ് √2 ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? √4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 2 ആണ്. ദാറ്റ് ഈസ് 2 √2 മൈനസ് √2 എന്നായി. മനസ്സിലായോ? ഇനി നോക്കിയാൽ രണ്ടിടത്തും √2 ഉണ്ട്. രണ്ട് ടേമിൽ √2 ഉണ്ട്. നമ്മൾ √2 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. √2 ആദ്യത്തെ ടേമിൽ √2 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ട്. രണ്ടാമത്തെ ടേമിൽ √2 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ട്. അപ്പോൾ 2 മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1. √2 × 1 എന്ന് വരും. ദാറ്റ് ഈസ് √2. കോമൺ ഡിഫറൻസ് എന്തെന്ന് കിട്ടും? √2 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടി. √2 നോക്കി. √8 മൈനസ് √2 എന്നുള്ള ഒരു വലിയ ഫോമിനെയാണ് നമ്മൾ ചെറുതാക്കി √2ൽ എത്തിച്ചു. കോമൺ ഡിഫറൻസ് √2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കാനുള്ളത്? 5ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 5ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി 5th ടേം ആണ് കണ്ടുപിടിക്കാനുള്ളത്. 5th ടേം എന്ന് പറയുന്നത് എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം എത്രയാണ്? √2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1 ദാറ്റ് ഈസ് 4 എന്ന് കിട്ടി. ഇൻറ്റു ഡിക്ക് പകരം എത്ര കൊടുക്കുന്നു? √2 എന്ന് കൊടുക്കുന്നു. √2 എന്ന് കൊടുത്തു. ഓക്കെ, 4 × √2 എന്ന് പറഞ്ഞാൽ 4 √2. 4 √2വും √2 കൂടെ കൂട്ടാനാണ്. √2 പ്ലസ് 4 √2 എന്നാണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ √2വും 4 √2വും കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം 5 √2 ആണെന്ന് നമുക്കറിയാം. 5 √2 ആണെന്നറിയാം. മനസ്സിലായോ? അതായത് 5th ടേം എന്തെന്ന് കിട്ടി? 5 √2 എന്ന് കിട്ടി. 5 √2 എന്ന് കിട്ടി. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഓപ്ഷനിൽ 5 √2 എന്നാണോ കിടക്കുന്നത്? ഇല്ല, അതും ഇല്ല. നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുമില്ല. അപ്പം നമുക്ക് തോന്നും ക്വസ്റ്റ്യൻ തെറ്റാണെന്നൊക്കെ തോന്നാം. എന്നാൽ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം. 5 √2നെ ഞാൻ എങ്ങനെ എഴുതുന്നു വെച്ചാൽ 5നെ 5 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ റൂട്ടാണ് 5? ഏതോ ഒരു നമ്പറിൻ്റെ റൂട്ട് എടുക്കുമ്പോഴാണ് 5 വരുന്നത്. അല്ലെങ്കിൽ 5ൻ്റെ സ്ക്വയർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 25 ആണ്. അതായത് √25 അല്ലേ 5? 5ന് പകരം ഞാൻ എന്തെന്ന് എഴുതി? √25 എന്ന് എഴുതി. ഇൻറ്റു ബാക്കിയുള്ള √2 അതുപോലെ എഴുതി. √2 കിട്ടും. മനസ്സിലായോ? ഇനി നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത √2 ഇപ്പം രണ്ടു പേർക്കും ഉള്ളത് ഞാൻ കോമൺ ആയിട്ട് ഒരു √2 ഇട്ടിട്ട് 25 × 2 അതുപോലെ എഴുതി. 25 × 2. 25 × 2 എത്രയാണ്? 50 ആണ്. √50 എന്ന് വരും. √50 ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്, √50. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കുക.
അപ്പം 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 52 ഇതാണ്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഇത് ഇവിടെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാം? ഈ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കുന്നതാണ് മാക്സിമം നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. മലയാളം ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേനും തെറ്റ് വരും. നമ്മൾ ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മുടെ സമയം കുറേ കൺസ്യൂം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷ് നോക്കുന്നതന്നെയാണ് നല്ലത്. ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളത്തിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. 52ാമത്തെ ക്വസ്റ്റ്യൻ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെ സ്റ്റാർട്ട് ചെയ്യും? 10ൽ സ്റ്റാർട്ട് ചെയ്യും, 99ൽ തീരും അല്ലേ? അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ? 10 കഴിഞ്ഞിട്ട് 10 പറ്റില്ല, 11 പറ്റില്ല, 12 അല്ലേ? 3യുടെ ടേബിളിൽ എന്തുണ്ട്? 12 ഉണ്ട്. 12. ഇനി ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പറാണ് 99. ആ 99 എങ്ങനെയാണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ടേമും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഒരു സീരീസിൽ, നമ്മുടെ ഈ സീക്വൻസിൽ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ ഡി പ്ലസ് 1 അല്ലേ? ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഈക്വൽ ടു ലാസ്റ്റ് ടേം എത്രയാണ്? 99 മൈനസ് 12 ബൈ ഡി എത്രയാണ് ഇവിടെ? ഡി എത്രയായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളായതുകൊണ്ട് അവിടുത്തെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആയിരിക്കും, പ്ലസ് 1. ഓക്കെ, 99 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 12 കുറയ്ക്കുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 87. 87 ഭാഗം 3 പ്ലസ് 1 കിട്ടും. 87നെ 3 കൊണ്ട് ഭാഗിച്ച് നോക്കാം. എത്ര കിട്ടും? 2, 6 കുറയ്ക്കുമ്പോൾ 27, 9. 29 കിട്ടും. പിന്നെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയും കിട്ടും? 30 കിട്ടും. ഓപ്ഷൻ ബി, സി. 52 ഓപ്ഷൻ സി എന്ന് കിട്ടും. 30. മനസ്സിലായല്ലോ? രണ്ടും എന്താണ്? എ പിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇന്നൊരു ടോപ്പിക്കായിട്ട് എ പി പഠിച്ചു തുടങ്ങാം. ഓക്കെ, എ പിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ടോപ്പിക്കായിട്ട് എ പി പഠിച്ചു തുടങ്ങുക. പഠിക്കാത്ത ആൾക്കാർ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53. മലയാളത്തിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ട്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ക്രോസസ് എ 600 മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ 5 മിനിറ്റ്സ്. വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ? എന്താണ്? ഒരു ആള് എന്ത് ചെയ്യുന്നു? 600 മീറ്റർ നീളമുള്ള ഒരു സ്ട്രീറ്റ് 5 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കുക ഇൻ കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിൽ എന്ത് ചെയ്യുക? സ്പീഡ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? കിലോമീറ്റർ പെർ അവർ കിടക്കുന്നുണ്ടോ? അപ്പോൾ അതാണ് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. മലയാള ക്വസ്റ്റ്യൻ ഉണ്ട്, വായിക്കണം എന്നുള്ളവർക്ക് വായിക്കാം. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി 600 മീറ്റർ നീളമുള്ള തെരുവ് 5 മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്നു. കിലോമീറ്റർ പെർ അവറിൽ അവൻ്റെ വേഗത എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി വീഡിയോ പോസ് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആൻസർ എക്സ്പ്ലനേഷൻ നോക്കിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 600 മീറ്റർ. 600 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്കിവിടെ ചെയ്യാം. 600 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഇൻ 5 മിനിറ്റ്സ്. നമുക്ക് 1 മീറ്ററിൽ, അടുത്തത് മിനിറ്റിൽ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആൻസർ വേണ്ടത് കിലോമീറ്റർ പെർ അവറിൽ. സ്പീഡ് വേണം കണ്ടുപിടിക്കാൻ. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിൻ്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈമിൽ കൊടുക്കാം. ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 600 മീറ്റർ. 600 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. 600 ഡിവൈഡഡ് ബൈ, ഇനി നോക്ക്, ടൈം തന്നിട്ടുണ്ട് 5 മിനിറ്റ്സ്. 5 മിനിറ്റ് ആണ് എന്ത്? സമയം 5 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് ആക്കണം? സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിലോട്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യും? 5 × 60 ചെയ്യും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? 5 × 60 ചെയ്തു. ക്യാൻസൽ ചെയ്യാമല്ലോ. 600ഉം 60ഉം ക്യാൻസൽ ചെയ്തു. മുകളിൽ 10 വരും. 10/5 എന്ന് കിട്ടും. 10/5 എത്രയാണ്? 10/5 എത്രയാണ്? 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി 2 ആണോ നമുക്ക് വേണ്ടത്? കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു മീറ്റർ പെർ സെക്കൻഡിലുള്ള വേഗതയെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കും? 18/5 കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് ഗുണിക്കണം. 18 × ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല ഇവിടെ. 18 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 എന്ന് കിട്ടും അല്ലേ? 36നെ 5 കൊണ്ട് ഭാഗിക്കണം. 36/5 ചെയ്ത് നോക്കാം. 7/35 എന്ന് കിട്ടും. 1 വരും. പോയിന്റ് കൊടുത്തു. 0, 2, 2, 10 എന്ന് കിട്ടി. അതാവും. അപ്പോൾ 7.2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. 53 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, മലയാള ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ.
അടുത്ത് നമുക്ക് 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കംപ്ലീറ്റഡ് ദ സ്കൂൾ പ്രോജക്റ്റ് ഇൻ 20 ഡേയ്സ്. എ എന്ത് ചെയ്യുന്നു? 20 ഡേയ്സിൽ ഒരു സ്കൂൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഹൗ മെനി ഡേയ്സ് ബി ടേക്ക് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇഫ് ഹി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. എയെക്കാട്ടിലും 25% എഫിഷ്യൻസി കൂടുതൽ ആർക്കുണ്ട്? ബിക്ക് ഉണ്ടെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 54ാമത്തെ ക്വസ്റ്റ്യൻ മലയാളം വായിച്ചു നോക്കിയേ. എ സ്കൂൾ പദ്ധതി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എയും ഉണ്ട് ബിയും ഉണ്ട്. എ എന്ത് ചെയ്യുന്നു? 20 ദിവസം കൊണ്ട് സ്കൂളിൽ ഒരു ജോലി തീർക്കും. വർക്ക് 20 ദിവസം കൊണ്ട് തീർക്കും. എ ഉണ്ട്. ഓക്കെ, അടുത്തത് ബിയും ഉണ്ട്. എയും ബിയും ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇവരുടെ വർക്ക് നമുക്കറിയില്ല. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ 20 ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട് 20 ഡേയ്സ്. ബിയുടെ ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? ബിക്ക് ഒരു ഹിൻഡ് തന്നിരിക്കുന്നത് ബി ടേക്ക് ദ ഈ വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25% മോർ എഫിഷ്യൻസി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്ക് ആ വർക്ക് ചെയ്യാൻ എയെക്കാട്ടിലും 25% മോർ എഫിഷ്യൻ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ, കണ്ടില്ലേ? എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുണ്ട്. എഫിഷ്യൻസി ബിക്ക് കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എയുടെ എഫിഷ്യൻസിയും അറിയില്ല. നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എയുടെ എഫിഷ്യൻസിയാണ് എഴുതുന്നത് താഴെ. എയുടെ എഫിഷ്യൻസി 100 എടുത്താൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? അതിനേക്കാൾ എത്ര % കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 25% കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ക്വസ്റ്റ്യനിൽ കണ്ടോ? 25% കൂടുതലാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 25 എന്ന് കൊടുക്കാം. 25 എന്ന് കൊടുത്തു. ബിയുടെ എഫിഷ്യൻസി എത്രയെന്ന് കൊടുത്തു? 25. 25 കൂടുതൽ, 100നേക്കാൾ 25 കൂടുതൽ എന്ന് പറഞ്ഞാൽ 125. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയുടെ എഫിഷ്യൻസി കിട്ടി, എയുടെ ടൈം കിട്ടി, എ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം കിട്ടി. ബിയുടെ ടൈമാണ് നമുക്ക് വേണ്ടത്. ബി എത്ര ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യും? അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്കാണ്. എ കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കുക. എഫിഷ്യൻസി 100 എടുത്തു. അപ്പോൾ നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എഫിഷ്യൻസിയും ടൈമും കൂടെ ഇൻറ്റു ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 20 × 100. 20 × 100 എത്ര കിട്ടുന്നു? 2000 എന്ന് കിട്ടി. അപ്പോൾ വർക്ക് കിട്ടി 2000. ഇനി ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 200നെ 2000ത്തെ 125 കൊണ്ട് ക്യാൻസൽ ചെയ്യും അല്ലെ, ഡിവൈഡ് ചെയ്യും. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 125നെയും 125നെയും 1000ത്തെ 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇല്ലേ? 125ഉം 1000ഉം 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2000ത്തെ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? എത്ര രൂപയായിരിക്കും? 16 ആയിരിക്കും. 8ൻ്റെ ഇരട്ടി 16. അപ്പോൾ നമുക്ക് 2000ത്തെ 125 ഡിവൈഡ് ചെയ്താൽ 16 എന്ന് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യും. 25 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതും കൂടെ പറയാം. എങ്ങനെയാണ്? 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 5 എന്ന് വരും. താഴെ 5 എന്ന് കിട്ടി. മുകളിൽ 200ൽ എത്ര 25 ഉണ്ടെന്ന് ചോദിച്ചാൽ 8 ഉണ്ട്. 8 പിന്നെ ഒരു 0യും കൂടെ വരുമ്പോൾ 80 എന്നായി. 80/5 എന്ന് വരും. എത്രയാണ് 80/5? 16 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്ത് വരുന്നു? ഓപ്ഷൻ എന്താണ് വരുന്നത്? സി. 54 ഓപ്ഷൻ സി എന്ന് കിട്ടി. 54 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹48,000 ഫോർ 1 year at 8% per annum where compounded half yearly. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? 48,000 രൂപ ഒരു വർഷത്തേക്ക് 8% നിരക്കിൽ അർദ്ധവാർഷികം കൂട്ടിച്ചേർക്കുമ്പോൾ രൂപയുടെ കൂട്ടുപലിശ കണക്കാക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വേണം കണ്ടുപിടിക്കാൻ. എത്ര രൂപ ടോട്ടൽ തിരികെ കിട്ടുന്നല്ല, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 48,000 ആണ്. പിന്നെ ഒരു വർഷത്തേക്കുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ് എന്ത് ചെയ്യുന്നത്? ഇത് കോമ്പൗണ്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്ന ഹാഫ് ഇയർലി ആണ് അല്ലേ? അപ്പം നമ്മൾ അർദ്ധവാർഷികമായിട്ടാണ് ചെയ്യാനുള്ളത് അല്ലേ? ക്വസ്റ്റ്യനിൽ അർദ്ധവാർഷികമായിട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഹാഫ് ഇയർലി അല്ലെങ്കിൽ അർദ്ധവാർഷികമായിട്ട് നമ്മൾ കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ എന്തൊക്കെയോ ചേഞ്ച് വരും നമുക്കറിയാം. എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് അത് തന്നെ ഇടും. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പകുതിയാക്കും. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ എത്രയാക്കണം? 4% ആക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ എത്ര വർഷത്തേക്കാണോ ചെയ്യുന്നത് അതെന്താവും? ഇരട്ടിയാവും. വർഷം എന്നുള്ളത് ഇരട്ടിയാവും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പകുതിയാവുന്നു, വർഷം ഇരട്ടിയാവുന്നു. ഇവിടെ ഒരു വർഷത്തേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുമ്പോൾ 2 വർഷത്തേക്ക് നോർമൽ ഇക്വേഷനിൽ ചെയ്താൽ മതി. ഇക്വേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയാണോ ചെയ്യുന്നത് അങ്ങനെ.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. 48,000 രൂപയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഞാൻ ആദ്യത്തെ വർഷത്തേക്കുള്ളത് കണ്ടുപിടിക്കുകയാണ്. 48,000 രൂപയ്ക്ക് 4% പലിശ നിരക്കിൽ ആദ്യ വർഷം കിട്ടുന്ന പലിശ എത്രയെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? സീറോയും ക്യാൻസൽ ചെയ്യാം. ബാക്കി 480 × 4 എന്നുണ്ട്. അത് ചെയ്ത് നോക്കാം. 48 × 4 എത്രയാണ് നോക്കാം. 2, 3, 19, 192. പിന്നെ ഒരു 0 കൂടെ ആകുമ്പോൾ 1920 കിട്ടി. 1920. 48,000 കൂടെ 1920 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 0, 2, 9, 9, 4. 49,920. അടുത്തത് നമ്മൾ രണ്ടാമത്തെ വർഷത്തെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. റേറ്റ് അവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് എമൗണ്ട് അറിയാം. അതിൻ്റെ 4% കണ്ടുപിടിക്കുന്നു. 4% കണ്ടുപിടിക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? ഇവിടെ 0 ഉണ്ടേ. 0 ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇനി എന്ത് ചെയ്യാം? 4,992 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4,992 × 4 എത്ര കിട്ടുന്നു? 8, 36, 3, 36, 3, 39, 3, 4, 4, 16, 3, 19 കിട്ടിയല്ലോ. ഇനി നോക്കിയേ, താഴെ ഒരു 10 കിടക്കുന്നുണ്ടോ? അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പോയിൻ്റ് ഒരു സ്ഥാനം മാറ്റി നമ്മൾ പോയിൻ്റ് കൊടുക്കും. 1996.8 എന്ന് കിട്ടി. രണ്ടാമത്തെ വർഷത്തെ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1996.8. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണോ ചോദിച്ചിരിക്കുന്നത്, അതോ അവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണോ? ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടായിരുന്നോ? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. കൂട്ടുപലിശ കണ്ടെത്തുക. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആദ്യ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും രണ്ടാമത്തെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയാൽ മതി. 1996.8ഉം 1920 കൂടെ കൂട്ടുന്നു. 1920. ഓക്കെ, 8 എഴുതി, പോയിൻ്റ് അതുപോലെ എഴുതി. 6, 9, 2, 11, 18, 1, 19, പിന്നെ 1, 3916.8 എന്ന് കിട്ടും. അതേതാണ്? ഓപ്ഷൻ ഡി ആണ്. 55 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? 55 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദ റേറ്റ് ഓഫ് ₹8 to 80 ഈസ്, അതായത് 8 രൂപയും 80 പൈസയിലുള്ള നിരക്ക് എത്രയാണ്? അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന ഓർഡറിൽ 8 രൂപയും 80 പൈസയും. അപ്പോൾ നമുക്കത് എഴുതാം. 8 രൂപയും അല്ലേ 80 പൈസയും. ഇത് റുപ്പീസിലാണ് തന്നിരിക്കുന്നത്, ഇത് പൈസയിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും 2 യൂണിറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഒരുമിച്ചാക്കണം. 8 രൂപയെന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ്? 1 രൂപയെന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. അപ്പോൾ 8 രൂപയെന്ന് പറയുമ്പോൾ 8 × 100 എത്ര വരും? 800 പൈസയാണ് അല്ലേ. 800. ഇപ്പോൾ രണ്ടും പൈസയിലായി. 800 ഡിവൈഡഡ് ബൈ 80 എന്നായി. ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ബാക്കി ഇവിടെ ഒരു 10 ഉണ്ട്. 10 ഉണ്ട്, താഴെ ഒരു 1 ഉണ്ട്. റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇല്ലടെ. 10ഉം താഴെ ഒരു 1 ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് 10:1. ഓക്കെ, 56 ഓപ്ഷൻ എ 10:1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്തത് ചെയ്യാമല്ലോ. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 57. സമീറ പർച്ചേസ് 3.5 kg ആപ്പിൾസ് ആൻഡ് 4 and 3/4 kg ഓറഞ്ചസ്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് പർച്ചേസ്ഡ് ബൈ ഹെർ? അതായത് സമീറ എന്ത് ചെയ്യുന്നു? ആപ്പിൾ 3.5 കിലോയും മേടിച്ചു. പിന്നെ ഓറഞ്ച് 4.25 കിലോ. ഇതാണ് നമ്പർ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള നമ്പേഴ്സിലേക്ക് ആക്കുക. മേടിച്ചു. അങ്ങനെയാണെങ്കിൽ അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? ഇത് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. 3.5 കിലോയും 4.25 കിലോയും കൂട്ടാറിനൂടെ. 4ഉം 3ഉം കൂട്ടിയാൽ 7 കിട്ടും. 7 കിട്ടി. ഇനി 1/2 കിലോയും 3/4 കിലോയും. 1/2യും 3/4ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 1.25 എന്ന് കിട്ടും. 1.25 അല്ലേ. 7ഉം പിന്നൊരു 1.25. 7ഉം പിന്നൊരു 1.25. 7 1 8, 8.25 എന്ന് കിട്ടും. 8.25 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ, 57 ഓപ്ഷൻ സി. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 58. The area of a rhombus is 240 cm² and one of the diagonals is 16 cm. Find the other diagonal. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റോംബസ് എന്നാണ്. എന്താണ് റോംബസ് എന്ന് പറഞ്ഞാൽ? റോംബസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കിയേ, മലയാളം ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു റോംബസിൻ്റെ വിസ്തീർണ്ണം 240 cm² ആണ്. അപ്പോഴേ തന്നെ നമുക്ക് റോംബസ് മലയാളം ഇംഗ്ലീഷ് കൺഫ്യൂഷനായി. റോംബസിൻ്റെ മലയാളം അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല. ഏതാണ് ഫിഗർ എന്നുള്ളത് അറിഞ്ഞൂടാത്ത ആൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷും പഠിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ ചെയ്യുക. ചിലപ്പോൾ ചോദിക്കാം, ഗൂഗിൾ കൺവേർട്ടർ ട്രാൻസ്ലേറ്ററിലൊക്കെ ഇടുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ റോംബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
സമഭുജ സാമാന്തരികമാണ് റോംബസ്. കണ്ടോ, സമഭുജ സാമാന്തരികം എന്തെന്നറിയാലോ, സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായ അതെന്താവും, സമഭുജ സാമാന്തരികമാവും. അപ്പോൾ സമഭുജ സാമാന്തരികത്തിന്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ഡയഗണൽ കണ്ടെത്തുക. ഡയഗണൽ എന്തോന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അല്ല, ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്, ഏരിയ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കണം. ഇതാ നമ്മുടെ റോംബസ് വരച്ചു. റോംബസിൽ ഡയഗണൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഡയഗണൽ. ഓപ്പോസിറ്റ് വെർട്ടക്സുകൾ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണൽ വരച്ചു. ഇനി എന്താണ്, ഒരു ഡയഗണൽ എത്രയും തന്നിട്ടുണ്ട്, 16 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ഡയഗണൽ 16. രണ്ടാമത്തെ ഡയഗണൽ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ക്വസ്റ്റ്യനിൽ ഈ ഏരിയയും ഈ പറഞ്ഞ ഡയഗണൽസും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഇക്വേഷൻ അറിയാമെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഏരിയക്കുള്ള ഇക്വേഷൻ ഇതാണ്. ഏരിയ ഇസ് ഈക്വൽ ടു d1 ഇൻറ്റു d2 ഡിവൈഡഡ് ബൈ 2. d1 d2 ഡിവൈഡഡ് ബൈ 2 ആണ് ഒരു റോംബസിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പം തന്നെ പഠിക്കാം. ഇനി നമുക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരരുത്. അത്രയും ക്ലിയർ ആയിരിക്കണം. ഒരു റോംബസിൻ്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. d1 ഇൻറ്റു d2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം, ഏരിയയും അറിയാം, ഒരു ഡയഗണൽ d1 d2 എന്ന് പറഞ്ഞാൽ 2 ഡയഗണൽസ് ആണ്. അത് 2 ഈക്വൽ അല്ല എന്നുള്ളത് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്, ഇല്ലേ. അപ്പോൾ 2 ഡയഗണൽസ് d1 d2 ആണ്. ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഡയഗണൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ 240 എന്നറിയാം. 240 ഇൻറ്റു ആദ്യത്തെ ഡയഗണൽ എത്രയാണ്, 16. ഇൻറ്റു അല്ല, ഈക്വൽ ടു ആണേ. ഈക്വൽ ടു 16 ഇൻറ്റു രണ്ടാമത്തെ ഡയഗണൽ d2 എന്ന് കൊടുത്തു ബൈ 2. 16/2 എത്ര കിട്ടുന്നു, 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 അല്ലേ. d2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ 8നെ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്താവും, d2 ഇസ് ഈക്വൽ ടു 240/8 എന്നിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 240നെ 8നെയും ക്യാൻസൽ ചെയ്യാം. 3 ആണ് 24, 3 8 ആണ് 24, ബാക്കി 0 ഉണ്ട്. അപ്പോൾ 30 എന്ന് കിട്ടും. 58 ഓപ്ഷൻ ബി എന്ന് കിട്ടി. 58 ഓപ്ഷൻ ബി 30 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ മറക്കരുത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് സ്മോളസ്റ്റ്. തന്നിരിക്കുന്നതിൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഇതാണ്. ഇത് നമ്മൾ പേന എടുത്ത് ചെയ്യുന്നില്ല. നോക്കിയാൽ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇത് പേന വെച്ച് ചെയ്യേണ്ട കേസല്ല, അല്ലേ. നമുക്ക് എല്ലാത്തിൻ്റെയും ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. അംശങ്ങൾ തുല്യമാണ്, സെയിം ആണ്, 11 ആണ്. അപ്പോൾ നമ്മൾ ഏതാണ്, ചെറിയ നമ്പർ സ്മോളസ്റ്റ് നമ്പർ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, അതിലേത് ഛേദമാണോ വലുത് അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. അതാണ് നമ്മുടെ ആൻസർ. ഇതിലേത് ഛേദമാണ് വലുത്, ഓപ്ഷൻ സി ആണ് വലുത്. കാഴ്ച നോക്കുമ്പോൾ എന്ത് വരും, അതായിരിക്കും ഏറ്റവും ചെറുത്. ഓക്കെ, 11നെ 9 തുല്യ ഭാഗമാക്കുമ്പോഴാണോ, 7 തുല്യ ഭാഗമാക്കുമ്പോഴാണോ, 10 ആക്കുമ്പോഴാണോ, അതായത് 6 ഭാഗങ്ങളാക്കുമ്പോഴാണോ ഏറ്റവും ചെറുത്, ഒരാൾക്ക് ഏറ്റവും ചെറുതായിട്ട് കിട്ടുക നോക്കിയാൽ അത് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, അല്ലേ. അംശമെല്ലാം തുല്യമായപ്പോഴത്തേനും ഛേദം ഏറ്റവും വലുത് വന്നാൽ അതെന്താവും, ഭിന്നസംഖ്യ ചെറുതാവും. അതാണ് ചെയ്യുന്നത്. 59 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ബോട്ട് ആൻ ആർട്ടിക്കിൾ ഫോർ ₹784 which included GST 12%. What is the price of article before GST was added? അപ്പോൾ നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഒരു ആർട്ടിക്കിൾ, ഒരു സാധനം വാങ്ങി. ആ സാധനത്തിൻ്റെ വില ഇപ്പോൾ മേടിച്ചപ്പോൾ അയാൾ എത്ര രൂപയ്ക്കാണ് മേടിച്ചത്, 784 രൂപയ്ക്ക് മേടിച്ചു. അതിൽ എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, GST ഇൻക്ലൂഡഡ് ആണ്. എത്ര, 12% GST അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട്, അതിൻ്റെ ശരിക്കുള്ള വിലയെക്കാട്ടിലും 12% കൂടെ കൂടി, ആ GST കൂടെ കൂട്ടിയിട്ടാണ് 784 വില വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ബിഫോർ GST വാസ് ആഡ്. GST ആഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അതിൻ്റെ വില എത്രയാണ്, അത്രേ ചോദിച്ചിട്ടുള്ളൂ. മലയാളം ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. അതിൽ GST 12% ഉൾപ്പെടുന്നു. GST ചേർക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വില എന്തായിരുന്നു, അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ, നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം, 12% കൂട്ടിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 784 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 112 ആണ്. 112 എന്ത്, 784. നമുക്കതിൻ്റെ 100 ശരിക്കുള്ള വില വേണം, 100 വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 784നെ ഈ 112 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കണ്ടുപിടിക്കാൻ വേണ്ടി 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 782നെയും 112നെയും എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 782 അല്ല, 4 ആണ് ഇവിടെ, 4 ആണ്. 784 112.
എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 784 ഡിവൈഡഡ് ബൈ 4. 1 4 വരും. 3 8 9 36 24 6 196 എന്ന് വന്നു. മുകളിൽ എന്ത് വന്നു? 196. താഴെ എഴുതാവേ. 196 ഡിവൈഡഡ് ബൈ 112നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 100ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാൽ 25 4 ഉണ്ട്. ഇനി 12ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഉണ്ട് അല്ലേ? എത്ര 4 ഉണ്ട്? 3 4ആണുള്ളത്. അപ്പോൾ 25ഉം 3ഉം കൂട്ടിയാൽ 28 എന്ന് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇനി ബാക്കി ഒരു 100 അവിടെ ഉണ്ട് ഇല്ലേ? ഇനി 196നെയും 28നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും? അതും 4 കൊണ്ട് തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും വലിയ നമ്പർ കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാൽക്കുലേഷൻ കാണിക്കുന്നതേ ഉള്ളൂ. 196നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 200ലാണെന്നുണ്ടെങ്കിൽ 100ൽ എത്ര 4 ഉണ്ടെന്ന് വെച്ചാൽ 25. അപ്പോൾ 200ൽ എത്ര 4 കാണും? 50 4 കാണും. അതിനേക്കാളും ഒന്നുകൂടെ കുറവ്, 200 എത്താൻ വേണ്ടിയിട്ട് ഒരു 4 കുറവ് അല്ലേ? അപ്പോൾ 50ൽ നിന്ന് 1 കുറഞ്ഞു 49 എന്ന് വരും ഇല്ലേ? ഇവിടെ 49 അല്ലേ? മുകളിൽ 49 വരും. 49 ഡിവൈഡഡ് ബൈ 28ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാൽ 7 4 ഉണ്ട്. 7 4 ഉണ്ട് ഇൻറ്റു 100 ഉണ്ട്. 49 ബൈ 7 എത്രയാണ്? നമുക്കറിയാം 7 ആണ്. 7 ഇൻറ്റു 100 എത്രയാണ്? 700 ആണ്. ആൻസർ എന്ത് വരുന്നു? ഓപ്ഷൻ സി എന്ന് വരും. ഈ കാൽക്കുലേഷൻ പലർക്കും പല രീതിയിൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്നത് അറിഞ്ഞൂടെ പാടായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 61 ഇതാണ്. ഇൻ എ കോഡ് കോർണർ ഈസ് റിട്ടേൺ GSVRIV. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹൗ ക്യാൻ സെൻട്രൽ ബി റിട്ടേൺ ഇൻ ദാറ്റ് കോഡ്? ആ കോഡിൽ നമ്മൾ സെൻട്രലിനെ എങ്ങനെ എഴുതും? മലയാളം ക്വസ്റ്റ്യൻ നോക്കണമല്ലോ. ഒരു കോഡിൽ കോർണർ എന്നത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോഡിൽ സെൻട്രൽ എങ്ങനെ എഴുതും? അപ്പോൾ നമുക്ക് നോക്കാം. കോർണർ എഴുതുന്നേ. കോർണർ എന്നത് GSVRIV. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. സി കഴിഞ്ഞിട്ട് എത്ര കൂടിയിട്ടാണ് ജി വന്നിരിക്കുന്നത് നോക്കാം. സി കഴിഞ്ഞ് DEFG എത്ര കൂടി? +4 ആണ് ചെയ്തിരിക്കുന്നത്. +4 ചെയ്തു. അടുത്തത് നോക്കിയേ, O കഴിഞ്ഞിട്ട് MNO PQRS അപ്പോഴും 4 കൂടി. അടുത്തത് നോക്കിയാൽ RSTUV അപ്പോഴും 4 കൂടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കുന്ന ഈ എടുത്ത് നോക്കാം. ഈ കഴിഞ്ഞ് FGHI അപ്പോഴും 4 കൂടി. അപ്പോൾ എല്ലാം 4 കൂടിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ സെൻട്രലിനെ എങ്ങനെ എഴുതാം? സിയുടെ കൂടെ എത്ര കൂടണം? 4 കൂടണം. അത് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്. സിയുടെ കൂടെ 4 കൂടുമ്പോൾ G ആവും തന്നിട്ടുണ്ട്. ഇയുടെ കൂടെ എത്ര കൂടണം? 4 കൂടണം. അതും തന്നിട്ടുണ്ട്. എത്രയാണ്? I ആണെന്ന് തന്നിട്ടുണ്ട്. എന്നും തന്നിട്ടുണ്ട്. 6 ആണെന്ന് തന്നിട്ടുണ്ട്. അതും എഴുതി. ടി തന്നിട്ടുണ്ടോ? ടി ഇല്ല. ടി നമുക്ക് കൂട്ടി എഴുതണം. അപ്പോൾ GIR വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ, ട്രാപ്പ് എന്നോണം അവിടെ എന്തുണ്ട്? നൺ ഓഫ് ദീസ് ഉണ്ട്. നൺ ഓഫ് ദീസ് വന്നാൽ നമ്മളിത് ഫുള്ള് ചെയ്ത് നോക്കിയേ പറ്റൂ. കാര്യം ഇതല്ലാതെ ഏതെങ്കിലും ഒരു ലെറ്റർ മാറ്റി ചോദിച്ചാൽ പോയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി 4 കൂടെ കണ്ടുപിടിക്കാം. ടി കഴിഞ്ഞ് എത്ര കൂട്ടണം? 4 കൂട്ടണം. STUVWX. അപ്പോൾ എക്സ് കിട്ടി. അടുത്ത R എന്നുള്ളത് എന്ത് വരുന്നു? ആറിൻ്റെ കൂടെ 4 കൂട്ടണം. അപ്പോൾ എത്ര വരും? ഇവിടെ ഉണ്ട്, വി ആണ്. എയുടെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? E എന്ന് കിട്ടി അല്ലേ? എല്ലിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ അത് P എന്നും കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് ഓപ്ഷൻ. നൺ ഓഫ് ദീസ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മൊത്തം കണ്ടുപിടിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം ആവുമ്പോഴേ കിട്ടാനുള്ളതുണ്ട്, ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 62 നോക്കിയേ. ഇഫ് Q denotes plus, J denotes into, T denotes minus and K denotes division, then ഈ തന്നിരിക്കുന്ന കോഡ് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ മലയാളം ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. 26 K എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവേ. 26 K എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? K എന്ന് പറഞ്ഞാൽ K എന്താണ്? K ഡിനോട്ട്സ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 26 ഡിവൈഡഡ് ബൈ 2. Q എന്താണ്?
ക്യൂ പ്ലസ് അതാ ഇവിടെ കിടപ്പുണ്ട്, ക്യൂ പ്ലസ് ആണേ, പ്ലസ് 3. ജെ എന്തെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ജെ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്, ജെ ഡിനോട്ട്സ് ഇൻറ്റു അപ്പോൾ ഇൻറ്റു കൊടുത്തു, ജെ ഡിനോട്ട്സ് ഇൻറ്റു, പിന്നെ ആറുണ്ട്, പിന്നെ ടി വേണം, ടി ഡിനോട്ട്സ് മൈനസ്, അതും കൊടുത്തു, -4 അത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാൻ അറിയാലോ, ബോട്ട് മാസ് വെച്ച് ചെയ്യും. 26/2 എത്ര കിട്ടുന്നു, 26ന്റെ പകുതി 13 അപ്പോൾ ഇതെന്തായി, 13 എന്നായി. 13 പ്ലസ് 6 × 3 18, 18 - 4, 18 - 4 എത്രയാണ്, 14. 14ഉം 13ഉം കൂട്ടിയാൽ എത്ര കിട്ടുന്നു, 27 എന്ന് കിട്ടുന്നു, ഓപ്ഷൻ ഡി. അപ്പോൾ 62 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ. വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കണം. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട് ഇൻ, തന്നിരിക്കുന്നതിൽ ഓഡ് മാനെ കണ്ടുപിടിക്കുക, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. എളുപ്പമാണ്, ഒത്തിരി നമ്പേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേ, 3 ഡിജിറ്റുള്ള നമ്പേഴ്സാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് കൂട്ടി നോക്കാം. അപ്പോൾ 6 3 കൂട്ടിയാൽ 9 കിട്ടും, അതാണ് മിഡിലുള്ള ഡിജിറ്റ്, മിഡിലുള്ള നമ്പർ. അടുത്തത് നോക്കാം, 4 2 കൂട്ടിയാൽ 6, 5 2 കൂട്ടിയാൽ 7. അടുത്ത നോക്ക്, 4 7 കൂട്ടിയാൽ 11 നമുക്കിവിടെ എന്ത് വന്നിട്ടില്ല, തന്നിരിക്കുന്നതിൽ അതല്ല. അടുത്തൊന്നും കൂടെ നോക്കാം, 6 1 7, 2 4 6, അപ്പോൾ എന്ത് കിട്ടി, 427 ഓപ്ഷൻ ബി ആണെന്ന് കിട്ടി. പെട്ടെന്ന് ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കി തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ സീരീസ്. എന്ത് ചെയ്യുക, തന്നിരിക്കുന്നതിൽ വിട്ടുപോയ നമ്പർ കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ഇതാണ്, 3 6 11 18 27 51. എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരുന്നു, 3 6 തമ്മിലുള്ള ഡിഫറൻസ് 3, 6ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, 11ഉം 18ഉം 7, 18ഉം 27ഉം 9. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആ ഡിഫറൻസിൻ്റെ ഒരു സീരീസ് നോക്കിയാൽ 3 5 7 9, അടുത്ത നമ്പർ എന്തായിരിക്കും, 11 ആയിരിക്കും. 27ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര കിട്ടുന്നു, 38 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 38 എഴുതി നോക്കാം. അടുത്തത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 11 ഇവിടുത്തെ നമ്പറെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും, 13 ആയിരിക്കും. 38ൻ്റെ കൂടെ 13 കൂട്ടിയാൽ എത്ര കിട്ടും, 51 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓക്കെയാണ്, അവിടുത്തെ നമ്പർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി 31. ഓക്കെ, അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ മിനിറ്റ്സ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ആർ 25 minutes അപ്പാർട്ട്. അപ്പോൾ നമുക്ക് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദം, അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്. മലയാളം ക്വസ്റ്റ്യൻ വായിക്കണമെന്നുള്ളവർക്ക് വായിക്കാം. ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസമാണെങ്കിൽ അവയ്ക്കിടയിൽ രൂപപ്പെടുന്ന കോൺ എത്രയായിരിക്കും. അപ്പോൾ നമ്മൾ കോൺ വേണം കണ്ടുപിടിക്കുക. സാധാരണ നമ്മൾ ചോദിക്കുന്ന ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്, ക്ലോക്കിലെ മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏത് മണിക്കൂർ എവിടെയായിരിക്കും, മിനിറ്റ് എവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, തന്നിട്ടില്ല. അപ്പോൾ ചെയ്യാനുള്ളത് പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എത്ര മാറിയാണ് ഇരിക്കുന്നത്, മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചി എത്ര മാറിയ, 25 minutes മാറിയാണ് ഇരിക്കുന്നത്. 25 minutes എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കിയാൽ 12, താഴെ എന്താണ് 6, ഇത് 9, ഇത് 3, ഇങ്ങനെയാണ് ക്ലോക്ക് വരുന്നത്. ഇതിനിടയ്ക്കുള്ള 25 എന്ന് പറയുന്നത് എവിടെ വരും, ഇതിനിടയ്ക്ക് വരകളുണ്ട്, ഇതിനിടയ്ക്കുള്ള വരകളും വരച്ചു. 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സൂചിത ഇങ്ങനെ വരച്ചു, നമ്മുടെ സൗകര്യത്തിനുള്ളത്. 25 മിനിറ്റ് മാറി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, അടുത്ത് എവിടെയായിരിക്കും ക്ലോക്ക്, ഇത് 15 ഇത് 15 3 എന്ന് പറയുമ്പോൾ 15 അല്ലേ. അടുത്തത് 20 25, ഇവിടെ ആയിരിക്കും അടുത്ത സൂചി ഇരിക്കുന്നത്, ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് തമ്മിലുള്ള കോണാണ് കണ്ടുപിടിക്കാനുള്ളത്, ഈ ആംഗിൾ വേണം കണ്ടുപിടിക്കാൻ. എത്രയായിരിക്കും, ഇതുകൊണ്ട് ഇതുവരെ ഓരോ മിനിറ്റിനിടയ്ക്കുള്ള 5 മിനിറ്റിനിടയ്ക്കുള്ള കോണെന്ന് പറയുന്നത് 30 നമുക്കറിയാം. ഇവിടെ എത്ര ഉണ്ട്, ഇത് എത്രാമത്തെയാണ്, 4ാമത്തെ നമ്പറാണ്, 5ാമത്തെ നമ്പറാണ് ഇല്ലേ. ഇത് 3, ഇത് 4, ഇത് 5, അങ്ങനെ എത്ര ഉണ്ട്, 1 2 3 4 5, അങ്ങനെ 5 30 ഡിഗ്രി മാറിയാണ് ഇരിക്കുന്നത്. 5 × 30 ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. പറഞ്ഞാൽ മനസ്സിലായോ, 5 × 30 ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. 5 × 30 150, 65 ഓപ്ഷൻ ഡി എന്ന് വരും. മനസ്സിലായോ. ഓക്കെ, അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ. 66. A son B is married to C, whose sister D is married to E, who is the brother of B. How C is related to E? ഓക്കെ, ഇത് ഇംഗ്ലീഷ് നോക്കുന്നത് തന്നെയാണ് നല്ലത്, മലയാളം കൂടെ വേണമെങ്കിൽ വായിക്കാം. മലയാളം വായിച്ചിട്ട് പോവാം. 66 നോക്കിയേ. എയുടെ മകൻ ബി സിയെ വിവാഹം കഴിച്ചു. എയുടെ മകൻ ബി, അപ്പോൾ എ ഉണ്ട്, എയുടെ മകൻ ബി.
ബി എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്നത് മകനാണേ, മകൻ കൊടുത്തു. സിയെ വിവാഹം കഴിച്ചു. ബി എന്ത് ചെയ്തു? സിയെ വിവാഹം കഴിച്ചു. സി അപ്പോൾ പ്ലസ് ആണ്. അവളുടെ സഹോദരി ഡി ഇയെ വിവാഹം കഴിച്ചു. അപ്പോൾ സിക്ക് ഒരു സഹോദരിയുണ്ട്, അതും പ്ലസ് ആണ്. അതെന്ത് ചെയ്തു? ഇയെ ആണ് വിവാഹം കഴിച്ചത്. അത് വിവാഹം കഴിച്ചിരിക്കുന്ന ആരെയാണ്? ഇ. അത് മൈനസ് ആണ് അല്ലേ, മെയിലല്ലേ. അപ്പോൾ ഇയെ വിവാഹം കഴിച്ചു. ബിയുടെ സഹോദരനാണ് ഇ. അപ്പോൾ ഇയും ബിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അവർ സഹോദരന്മാരാണ്. അപ്പോൾ കണക്ഷൻ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ സി എങ്ങനെ ഇയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയും ഇയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഓപ്ഷനിൽ നാത്തൂൻ, സഹോദരി, മകൾ, കസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിലോട്ട് നോക്കാം. സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ, ഡോട്ടർ, കസിൻ. ഇതിലേതായിരിക്കും? സിസ്റ്റർ ഇൻ ലോ ആണ് വരുന്നത് ഇല്ലേ. സിയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ സിയുടെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ എങ്ങനെ വരും? സിസ്റ്റർ ഇൻ ലോ അല്ലേ. ഓപ്ഷൻ വെച്ചിട്ട് സിസ്റ്റർ ഇൻ ലോ എഴുതാം. ഓക്കെ, അപ്പോൾ 66 ഓപ്ഷൻ എ എന്ന് കിട്ടി. അടുത്തത് 67 നോക്കാം. 67, ഇഫ് 1st October ഈ സൺഡേ ദെൻ 1st November വിൽ ബി. 1st October സൺഡേ എന്ന് തന്നിട്ടുണ്ട്. തൊട്ട് അടുത്ത മാസം നവംബറിൽ 1 ഏത് ദിവസമാണ്? ഒക്ടോബറിൽ മൊത്തം 31 ദിവസമുണ്ട്. അതിൽ ഒരു ദിവസം സൺഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. ഇനി അവിടെ ഓഡ് ഡേയ്സ് എത്ര വരുന്നു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി റിമൈൻഡർ 2 ഉള്ളൂ. ഒക്ടോബറിൽ ബാക്കി ഓഡ് ഡേയ്സ് 2 വന്നു. നവംബറിലെ ഫസ്റ്റ് അല്ലേ കണ്ടുപിടിക്കാനുള്ള. നവംബറിൽ ആ ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാവുന്നു? 2 + 1 3 എന്ന് കിട്ടും. 2 1 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൺഡേയുടെ കൂടെ എത്ര കൂട്ടണം? സൺഡേ പ്ലസ് 3 ഡേയ്സ് അല്ലേ. സൺഡേയുടെ കൂടെ 3 ഡേയ്സും കൂടെ കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് കിട്ടും. വെനസ്ഡേ. ആൻസർ ഓപ്ഷൻ എ. 67 ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, മലയാളം ക്വസ്റ്റ്യൻ വായിച്ചായിരുന്നു നമ്മൾ. ഒക്ടോബർ 1 ഞായറാഴ്ചയാണെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് വായിക്കാത്തത്. അടുത്തത് 68ാമത്തെ ക്വസ്റ്റ്യൻ. 68 നോക്കൂ. കെ ഈസ് 40 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് എൽ. കെ എന്ന് പറയുന്നത് എല്ലിൻ്റെ സൗത്ത് വെസ്റ്റ് 40 മീറ്റർ മാറിയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് എം ഈസ് 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് എൽ ദെൻ എം ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കെ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതാം. മലയാളം ക്വസ്റ്റ്യൻ ഇതാണ്. കെ എന്നത് എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്ക് പടിഞ്ഞാറാണ്. എം എന്നത് എല്ലിൻ്റെ കിഴക്ക് 40 മീറ്റർ ആണെങ്കിൽ, തെക്ക് കിഴക്ക് 40 മീറ്റർ ആണെങ്കിൽ കെയുടെ ഏത് ദിശയിലാണ് എം? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇംഗ്ലീഷാണ് നമ്മൾ നോക്കുന്നത്. കെ ഈസ് 40 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് എൽ. എല്ലിന് സൗത്ത് വെസ്റ്റ് മാറി ആണ് എന്ത് ഇരിക്കുന്നത്? കെ ഇരിക്കുന്നത്. ഓക്കെ, എല്ലുണ്ട്, എല്ലിൻ്റെ സൗത്ത് വെസ്റ്റ് മാറിയാണ് കെ ഇരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെയാണ് സൗത്ത് വെസ്റ്റ് വരുന്നത്. ഇത് താഴെ സൗത്ത്, ഇവിടെ ഈ വെസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് സൗത്ത് വെസ്റ്റ് 40 മീറ്റർ മാറി കെ ഇരിപ്പുണ്ട് ഇല്ലേ. അതുപോലെ എം ഈസ് 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് എൽ. സൗത്ത് ഈസ്റ്റ് എവിടെ വരുന്നു? എല്ലിൻ്റെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അവിടെയാണ് ആരുള്ളത്? എം ഉള്ളത്. അതും 40 മീറ്റേഴ്സ് മാറിയാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദെൻ എം ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കെ. കെയുടെ ഏത് ഡയറക്ഷനിലാണ് എം ഉള്ളത്? എമ്മിൻ്റെ പൊസിഷൻ പറയണം. കെയുടെ ഏത് ഡയറക്ഷൻ? കെയുടെ എവിടെയാണ് ഇരിക്കുന്നത്? കിഴക്കല്ലേ ഇരിക്കുന്നത്, ഈസ്റ്റിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ 68 ഓപ്ഷൻ ബി എന്ന് വരും. ആ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കണം. എം ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കെ. കെ വെച്ചിട്ട് കെയുടെ ഏത് ഡയറക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കെയുടെ ഏത് ദിശയിലാണ് എം, അത് വേണം അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ വേർഡ് ദാറ്റ് ഹാസ് സെയിം റിലേഷൻ ആസ് ദ വേർഡ് പെയർ ബിലോ. തന്നിരിക്കുന്ന പെയർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ? അടുത്ത ഇത് കണ്ടുപിടിക്കാൻ. ക്വസ്റ്റ്യൻ നോക്കും. അനലോഗ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഇംഗ്ലീഷിലാണ് തന്നിരിക്കുന്നത് ഇല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കയഫ് എന്നുള്ളത് കയഫും ഹെയറും റിലേറ്റഡ് ആണ്. അതുപോലെ മ്യൂസിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ഓപ്ഷനിൽ ഷവർ ഉണ്ട്, പ്രൈസ് ഉണ്ട്, ക്ലോസ് ഉണ്ട്, സ്കോർ ഉണ്ട്. ഏതായിരിക്കും? സ്കോറാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറയില്ല, അതെന്താണ്? മ്യൂസിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേം അല്ലേ. അപ്പോൾ സ്കോറാണ് ആൻസർ. 69 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 70ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. 3 and 1/6. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. നമ്മൾ അതിനെ എന്താക്കണം? വിഷമ ഭിന്നത്തിലോട്ടാക്കണം. അപ്പോൾ നമുക്കതറിയാലോ. 6 × 3 18, 18 1 19, 19/6 പ്ലസ്
4 അര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 അര എന്ന് പറയുമ്പോൾ എത്ര വരും? 4 × 2 8 1 9 9/2 ഇല്ലേ? മൈനസ് അടുത്തത് 2 and 2/3. അത് ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 3 6 6 2 8 8/3 നീട്ടി. ലാസ്റ്റ് വൺ എങ്ങനെ വരും? 1 × 12 12 11 23 23/12 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കൂട്ടാനുള്ളത് ചെയ്യാം. ഇത് രണ്ടും ചെയ്യാം. ഓക്കെ, അത് രണ്ടും ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 19/6 + 9/2. നമുക്ക് ക്രോസ് ചെയ്യുന്നതിന് പകരം ക്രോസ് ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യാനൊക്കെ ഒത്തിരി വരും. അപ്പം നമുക്ക് രണ്ടിനെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ തുല്യമാക്കി ചെയ്യാം. 2നെ കൂടെ എന്ത് ചെയ്യാം? 6ലോട്ടാക്കാം. 2നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 ആവും? 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. താഴെ 3 ഇൻറ്റു ചെയ്തു, അപ്പോൾ മുകളിൽ 3 ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്പേഴ്സ് എങ്ങനെ വരുന്നു? 19/6 19/6 + 9 × 3 എത്ര കിട്ടുന്നു? 27 27/3 × 2 6 എന്ന് കിട്ടി. ഓക്കെ, 3 × 2 6. അപ്പോൾ എന്താണ്? ഛേദങ്ങൾ രണ്ടും 6 ആണ്. 6 എഴുതി. അംശങ്ങളെ കൂട്ടാം. 19ഉം 27ഉം കൂടെ കൂട്ടണം. എത്ര കിട്ടും? 19 27ഉം കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 46 എന്ന് കിട്ടുന്നു. 46 എന്ന് കിട്ടി. 19 27ഉം കൂട്ടിയാൽ 46. ഓക്കെ, 46/6 എന്ന് കിട്ടി. ഇനി ബാക്കി എന്തുണ്ട്? -8/3 - 23/12. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 46/6 എന്നുള്ളത് ഇനി നമുക്ക് ഇവർ രണ്ടുപേരെയാണ് ചെയ്യാനുള്ളത്. ഇവർ രണ്ടുപേരെയും. അപ്പോൾ 46/6നെയും 8/3നെയും കൂടെ മൈനസ് ചെയ്യണം. ഒന്നുകിൽ 3നെ കൂടെ 6ലാക്കാം, അല്ലെങ്കിൽ 6നെ കൂടെ 3ലോട്ടാക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 6നെ കൂടെ 3ലാക്കുന്നു. നമ്പേഴ്സ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 46ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര വരുന്നു? 23. 23/6ൻ്റെ പകുതി എത്രയാണ്? 3. 23/3 - 8/3 അത് ചെയ്തു. ഓക്കെ, ഛേദങ്ങൾ രണ്ടും 3 ആണ്. 23 - 8 എന്ന് പറയുന്നത് 15 വരും. 15/3. ഇനി എന്ത് ചെയ്യാം? ഇതും കൂടെ ചെയ്യാം. 23/12. ഇനി എന്ത് ചെയ്യാം? 3നെ കൂടെ എന്താക്കണം? എനിക്ക് 3നെ കൂടെ 4ലോട്ടാക്കണം, 12ലോട്ടാക്കണം. അപ്പോൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 15 × 4 എത്ര വരും? 60 ÷ 4 × 3 12 - 23/12. ഓക്കെ, ഛേദങ്ങൾ രണ്ടും 12 ആണ്. 12 60 നിന്ന് 23 കുറച്ചാൽ എത്ര കിട്ടുന്നു? 37 എന്ന് കിട്ടും. 37/12 എന്ന് കിട്ടും. 37/12 ഓപ്ഷൻ സി. 70 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ PYQ സീരീസിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു നോക്കുക. സ്വന്തമായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 2026 എക്സാം എന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിൽ ടോപ്പിക്ക് പഠിക്കുക, കൂട്ടത്തിൽ PYQ ചെയ്യുക. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കേണ്ടത്. എന്തായാലും ഷോർട്ട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്ക് ഏതാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ PYQ ചെയ്താലേ പറ്റും. അതുപോലെ നമുക്ക് ഈ വരുന്ന ഇപ്പോൾ അനലോഗിയിൽ ഈ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ചെയ്യാം. അതുകൊണ്ട് അതെന്ത് ചെയ്യുക? പഠിക്കാം. PYQ ചെയ്യുക, ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, പഠനം ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ ആണല്ലോ? താങ്ക് യു.